എല്ലാവർക്കും മല്ലുകൂട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജിംഖാന, പ്രിൻസ്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. സുരാജും ടോവിനോ തോമസുമാണ് നരിവേട്ടയിൽ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂൺ മാസം 28-ന് മുന്നേ നരിവേട്ട സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ പരാജയപ്പെടാറുണ്ട്. പക്ഷേ ഉജ്ജ്വലൻ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 30-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ നേടിയെടുത്തത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ 15 കൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്ര സ്വന്തമാക്കിയത്. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. കൂടുതലും ജൂൺ മാസം ലാസ്റ്റ് ആയിരിക്കും ബാന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ ഡൊമിനിക് സിനിമ പരാജയപ്പെട്ടു. OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂൺ മാസം 20-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ 1 മാസത്തോളം തിയേറ്ററുകളിലോടി. ഈ വീക്കിലാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. സർപ്രൈസ് ആയിട്ടാണ് ഈ വീക്കിൽ സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. കൂടുതലും അടുത്ത വീക്കായിരിക്കും ഞാൻ കണ്ടത സാർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലൗലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു 3D സിനിമയാണ്. കഴിഞ്ഞ മാസമാണ് ലൗലി സിനിമ റിലീസായത്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ലൗലി സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ലൗലി സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജൂൺ മാസം 25-നായിരിക്കും സൈനാപ്ലേയിൽ ലൗലി സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യർ നായികയായ സിനിമയാണ് ഫൂട്ടേജ്. എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമ നേടിയെടുത്തത്. ഫൂട്ടേജ് ഒരു ത്രില്ലർ സിനിമയാണ്. ഫൂട്ടേജിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യുന്നത്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 18-നായിരിക്കും ഫൂട്ടേജ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവില്യം ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരുവില്യം ഗോപുരങ്ങൾ. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് മാരുവില്യം ഗോപുരത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 2nd വീക്കിലാണ് സിനിമയുടെ റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലി നായകനായ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ജൂൺ 5-നാണ് സിനിമയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ആരാധകർ ജിംഖാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. ഒരുപാട് റൊമാൻസും കോമഡിയും സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ സോണി ലീവ് ഒഫീഷ്യൽ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 13-നാണ് സോണി ലീവിൽ ആലപ്പുഴ ജിംഖാനയുടെ ഒഫീഷ്യൽ OTT റിലീസ്. സോണി ലീവ് ആയതുകൊണ്ട് തലേ ദിവസം 5 മണിക്ക് തന്നെ സിനിമ വരും. നസ്ലിൻ, ലുക്മാൻ, സന്ദീപ് അടക്കം ഒരുപാട് താരനിര സിനിമയിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.